സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 52ാമത് എപ്പിസോഡിൽ കിട്ടിയ മാർക്സ് എത്രയാണെന്ന് നോക്കാം. ഷോ ഹോസ്റ്റ് ചെയ്യാനായി വർഷയ്ക്കൊപ്പം മിഥുനുമുണ്ട്. ഇത്തവണ ഇരു ടീമുകളിൽ നിന്നും ഓരോ കണ്ടസ്റ്റൻസ് വീതം നേരിട്ട് മത്സരിക്കുന്ന 1 vs 1 റൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ക്ലാസിക് റൗണ്ടുകളിൽ ഒന്നാണിത്. ഈ റൗണ്ടിന് തുടക്കം കുറിക്കുന്നത് തന്നെ ഇരു ടീമുകളുടെയും പ്രിൻസിപ്പൽമാരായ മിഥുനും കണ്ണൂർ ഷെരീഫും കൂടി സ്വർണ്ണമീനിൻ്റെ ചേലൊത്ത കണ്ണാളെ എന്ന ഗാനം പാടിയാണ്. ഈ റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്ന കണ്ടസ്റ്റൻസ് ദീപുവും വൈശാഖനുമാണ്. ഭരതം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഗാനമാണ് ഇരുവരും പാടുന്നത്. ശ്രീ വിനായകം നമാമ്യഹം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ് ഇവർ പാടിയത്. ദീപുവിന് ലഭിച്ചത് 97.5 മാർക്കും വൈശാഖന് ലഭിച്ചത് 99.5 മാർക്കുമാണ്. രണ്ടാമതായി പാടാനെത്തുന്നത് ഗൗതമും ശിവപ്രിയയുമാണ്. ലഗാൻ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രത്തിലെ രാധാ കേസെ എന്ന ജലെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു ഗൗതമും ശിവപ്രിയയും. രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ കാണാനൊരു രസമായിരുന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് ഗോൾഡൻ സ്റ്റാറാണ് ലഭിച്ചത്. മൂന്നാമതായി പാടാനെത്തിയത് ഗായത്രിയും സ്വർണയുമാണ്. പഴയകാല ഹിറ്റ് ചിത്രമായ മഹാബലിയിലെ സ്വരങ്ങൾ പാദസരങ്ങളെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ് സ്വർണയും ഗായത്രിയും ചേർന്ന് വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചത്. രണ്ടുപേർക്കും ലഭിച്ചത് 98.5 മാർക്ക് തന്നെയാണ്. ഈ എപ്പിസോഡിൽ അവസാനമായി പാടാനെത്തുന്നത് അർജുനും ദിൽരാജുമാണ്. സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രമായ ജോധ അക്ബറിലെ AR റഹ്മാൻ മ്യൂസിക് ചെയ്ത് പാടിയ ഖ്വാജ മേരി ഖ്വാജ എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇവർ രണ്ടുപേരും കൂടി അതിഗംഭീരമായ രീതിയിൽ അവതരിപ്പിച്ചത്. സൂഫി സംഗീതത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഇവർ അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ച ഈ ഗാനം ഒരു ബെസ്റ്റ് പെർഫോമൻസ് കൂടിയാണ് ഈ സീസണിലെ. പാടി തീരും മുന്നേ ഗോൾഡൻ സ്റ്റാർ ലഭിച്ചു. ഗുരുകുലത്തിൻ്റെ ടോട്ടൽ സ്കോർ 396 ആണ്. കോൺവെൻറ്റിൻ്റേതാവട്ടെ 398. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിലെ വിജയികൾ ടീം കോൺവെൻ്റ് ആണ്. ഇന്നത്തെ ടോപ്പ് പെർഫോമേഴ്സ് ശിവപ്രിയയും ഗൗതമും അർജുനും ദിൽരാജുമാണ്. പെർഫോമേഴ്സ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അർജുൻ, ദിൽരാജ്, ശിവപ്രിയ, ഗൗതം, കൃഷ്ണശ്രീ എന്നിവരെയാണ്. പാടി തീരും മുന്നേ ഇമോഷണലായി ഗോൾഡൻ ബസർ അടിച്ച് ചിത്രചേച്ചി അവരെ അഭിനന്ദിച്ചതാണ് ഗോൾഡൻ മൊമെൻറ്റ്. ശിവപ്രിയയ്ക്ക് 100 മാർക്ക് ലഭിച്ചതിനാൽ ദീപുവിനും ഷിൻസിക്കുമാണ് എലിമിനേറ്റ് ആവാനുള്ള സാധ്യത കൂടുതലുള്ളത്. 5th റൗണ്ടിലെ എലിമിനേഷൻ എപ്പിസോഡുമായി വരാം നാളെ.